ചെയർമാൻ വാ തുറക്കുന്നത് ഇപ്പൊ കുറെ നാളുകളായിട്ട് നുണ പറയാനാണ്, അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ചാലക്കുടി നഗരസഭയിലെ തെരുവ് നായ്ക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു പ്രതിഷേധ ധർണ്ണ നടത്തിയിരുന്നു. അതിനെ തുടർന്ന് ഇവിടെ കുറെ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ ചെയർമാൻ നടത്തിയ ഒരു പത്രസമ്മേളനം ചെയർമാൻ ശരിക്ക് കാലിളകി കഴിഞ്ഞു. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ പ്രതിപക്ഷ കൗൺസിലേഴ്സിന്റെ റൂമിലെത്തിയ ചാലക്കുടി നഗരസഭയിലെ പൗരപ്രമുഖരായ വ്യക്തിത്വങ്ങളെ കണ്ടപ്പോൾ ചെയർമാൻ ശരിക്കും ഞെട്ടി. തീർച്ചയായിട്ടും അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല നമ്മൾ ഇങ്ങനെ വിളിക്കുമ്പോൾ അവരൊക്കെ എത്തിച്ചേരുന്നു. എന്തുകൊണ്ടായിരിക്കും ചാലക്കുടി നഗരസഭയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയുന്നത്? ചാലക്കുടി നഗരസഭ 1200 രൂപയൊക്കെയാണ് ഒരു നായ്ക്ക് ലൈസൻസിന് വേണ്ടി ഈടാക്കിയത്. ആദ്യത്തെ കൗൺസിൽ ഇത് തീരുമാനിച്ച് ആദ്യത്തെ ലൈസൻസ് കൊടുത്ത കൗൺസിൽ തുടങ്ങി ഞാൻ പറഞ്ഞു, ഇത്രയും രൂപ ഒരിടത്തും ഈടാക്കിയിട്ടില്ല, ഒരു കോർപ്പറേഷൻ പോലും ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ചാലക്കുടി നഗരസഭ ഇത്രയും രൂപ പിരിച്ചെടുത്തു? 12,72,7,250 രൂപ 12,07,250 രൂപ ചാലക്കുടി നഗരസഭയിൽ ലൈസൻസിന് ലഭിച്ചു. ഈ കാര്യം കണക്ക് പ്രകാരം ചോദിച്ചപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം നമുക്ക് തെരുവ് നായകൾക്ക് വേണ്ടിയിട്ടുള്ള ഷെൽട്ടർ പണിയാം. ഇങ്ങനെ അലഞ്ഞു തിരിച്ച് നടക്കുന്ന നായകളുടെ ശല്യം ഈ ഒരിക്കലും ഉണ്ടാവില്ല. അന്നത്തെ വികസന ചെയർമാനും വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞതാണ്. പക്ഷെ നാളെ ഇതുവരെയായിട്ട് അതിനുവേണ്ടി യാതൊരു നടപടികളും ചെയ്തിട്ടില്ല. എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടി നഗരസഭയിൽ തെരുവ് നായ വിഷയം ആളിക്കത്തുകയാണ്. ഇപ്പോൾ ചെയർമാൻ്റെ പത്രസമ്മേളനത്തിന് മറുപടി എന്ന നിലയ്ക്ക് ചാലക്കുടി നഗരസഭ പ്രതിപക്ഷ നേതാവ് CS സുരേഷ് ഒരു പത്രസമ്മേളനം വിളിച്ചിരിക്കുകയാണ്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ചെയർമാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങൾ ഒരു കൗൺസിലർക്ക് അദ്ദേഹത്തിന് ജനോപകാരപ്രദമായ കാര്യങ്ങൾ നടത്താനായിട്ട് യോഗം വിളിക്കണ്ട എന്നൊരു നിയമാവലിയിലും പറയുന്നില്ല എന്ന് അദ്ദേഹം പല നിയമപരിജ്ഞാനമുള്ള ആളുകളുമായിട്ട് സംസാരിച്ചുവെന്നും അതുമാത്രമല്ല ഈ തെരുവ് നായ്ക്കളുടെ വാക്സിനേഷൻ, വളർത്തു നായ്ക്കളുടെ വാക്സിനേഷനും ലൈസൻസ് ഫീ അടക്കമുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള പണപ്പിരിവാണ് ചാലക്കുടി നഗരസഭയിൽ നടന്നിട്ടുള്ളത്. 12 ലക്ഷത്തിലധികം രൂപയാണ് ഈ പറയുന്ന വളർത്തു നായ്ക്കൾക്ക് ലൈസൻസ് ഫീ ഇനത്തിൽ. അതിൽ ഷെൽട്ടർ ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. 144, അതിനേക്കാളും വലിയ രസം എന്ന് പറഞ്ഞാൽ 144 നായ്ക്കൾക്ക് വാക്സിനേഷൻ കൊടുത്തു. ഈ വാക്സിനേഷൻ കൊടുത്തു കഴിയുമ്പോൾ അവറ്റകൾക്ക് വാക്സിനേഷൻ കൊടുത്തു എന്ന് കാണിക്കുന്നതിന് വേണ്ടി പച്ചപ്പെയിൻറ്റ് ദേഹത്തടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് വളരെ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ 144 പട്ടികൾക്ക് ഈ പറയുന്ന മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ലിറ്റർ പച്ചപ്പെയിൻ്റാണ് മേടിച്ചത്. ഈ 5 ലിറ്റർ പച്ചപ്പെയിൻറ്റ് മേടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഓരോ ഇതിനെ പുറത്തടിക്കണം. അപ്പോൾ അതിന് പകരം ഈ സാധനം കപ്പൗണ്ട് എടുത്തിട്ട് ഒഴിക്കായിരുന്നു. അപ്പോൾ ചാലക്കുടി മാർക്കറ്റിൽ കംപ്ലീറ്റ് പച്ചപ്പട്ടികൾ മനസ്സിലായി. 144 പട്ടികൾക്ക് 5 ലിറ്റർ പെയിൻ്റായിരുന്നു. ഇത് മൊത്തം വേണമെങ്കിൽ കുളിപ്പിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് CS സുരേഷ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ പൈസ വാങ്ങിക്കലും ലൈസൻസ് ഫീ അടക്കമുള്ള സംഗതികൾ വാങ്ങിച്ചിട്ടും ഷെൽട്ടർ സംവിധാനത്തിൽ യാതൊരുവിധ ഇടപെടലും നഗരസഭാ ചെയർമാനോ ഭരണസമിതിയോ ചെയ്തിട്ടില്ല എന്നുള്ള വലിയ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹത്തിൻ്റെ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. ആദ്യമേ നമുക്ക് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലേക്ക് കടക്കാം. തെരുനായ്ക്കൾക്ക് വാക്സിനേഷൻ കൊടുത്തു. 144 തെരുനായ്ക്കൾക്ക് കൊടുത്ത് 5 ലിറ്റർ പെയിന്റ് മേടിച്ചു തെരുനായ്ക്കളെ തിരിച്ചറിയാൻ വേണ്ടി. അതായത് വാക്സിനേഷൻ കൊടുത്ത തെരുനായ്ക്കൾക്ക് പച്ച പെയിന്റ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവര് മാർക്ക് എങ്ങനെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിനെ പിടിച്ച് മാർക്ക് ചെയ്തു, ബാക്കി കൂട്ടത്തിൽ കപ്പിൽ പെയിന്റ് എടുത്തിട്ട് അങ്ങോട്ട് ഒഴിച്ചു. അങ്ങോട്ട് ഒഴിക്കുക ചെയ്ത് ഞാൻ കൗൺസിലിൽ ചോദിച്ചു. അങ്ങനെ മാർക്കറ്റിൽ നോക്കുമ്പോൾ മാർക്കറ്റിലും പരിസരത്തുള്ള പട്ടികളൊക്കെ പച്ച പെയിന്റിൽ മുങ്ങി നടക്കുന്നത്. ഞങ്ങള് ജനങ്ങളൊക്കെ ചോദിച്ചു എന്താന്ന് വെച്ചപ്പോഴാണ് മുനിസിപ്പാലിറ്റി ഒന്ന് വെച്ചപ്പോൾ പറയണത് വാക്സിനേഷൻ കൊടുത്തതിന്റെ അടയാളപ്പെടുത്തലാന്ന് പറഞ്ഞു. പെയിന്റ് 5 ലിറ്റർ കൊടുത്തത് 144 ഒരു ബ്രഷൊക്കെ ഇങ്ങനെ മാറ്റേ വേണ്ടു. അതുകൊണ്ട് ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ അടുത്ത കൗൺസിലിൽ ചോദിച്ചു വാക്സിനേഷൻ എത്ര നായ്ക്കൾക്ക് കൊടുത്തു. അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു 400 എന്ന് പറഞ്ഞു. അതിന്റെ വരവ് ചെലവ് കണക്ക് വയ്ക്കാൻ പറഞ്ഞു. പെട്ടു. ഇപ്പൊ ഞങ്ങൾ കണക്കെടുത്തപ്പോ 144 വാക്സിനേഷൻ എടുത്തത്. ആ തെരുനായ്ക്കൾക്ക് വാക്സിനേഷൻ കൊടുക്കാനും അവർക്ക് വന്ധീകരണം നടത്താനും അവർക്ക് ഷെൽട്ടർ പണിയാനും ചെയർമാൻ പറഞ്ഞല്ലോ കേരളത്തിൽ ഒരു സ്ഥലത്തും ചെയ്യാത്ത രീതി ഇവിടെ വാക്സിനേഷൻ അല്ല മറ്റേ വളർത്തു നായ്ക്കൾക്ക് ലൈസൻസ് കൊടുക്കുന്നു. അത് യാഥാർത്ഥ്യമാണ്. ഒരു സ്ഥലത്തും കാണില്ല. എല്ലാ സ്ഥലത്തും വെറും 50 രൂപ അല്ലെങ്കിൽ 100 രൂപയാണ് ഒരു വളർത്തു നായ്ക്ക് ലൈസൻസ് ഫീ. ഇവിടെ 1250 രൂപ മേടിച്ച്. ഇവിടെ അതിന് 12,07,250 രൂപ പിരിച്ചു. പദ്ധതിയിൽ ഫണ്ട് വെച്ചിട്ടുണ്ട് കാര്യങ്ങളാണ്. 12,07,250 രൂപ ഈ വളർത്തു നായ്ക്കളുടെ ലൈസൻസ് ഫീ പിരിച്ചു. എന്നിട്ടും അനങ്ങാണ്ടിരുന്നു.
ഞാൻ കഴിഞ്ഞ ഇവിടെ ഇരുന്ന സെക്രട്ടറിമാരും മുൻ സെക്രട്ടറിമാരും ഒരുപാട് ആൾക്കാരോടും നിയമാവലിയും വെച്ച് ചോദിച്ചപ്പോൾ ഈ മുനിസിപ്പൽ ആക്ട് പ്രകാരമുള്ള നിയമാവലി അന്വേഷിച്ചപ്പോൾ ഒരു കൗൺസിലർക്ക് ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് ഇടപെടാൻ ഒരു മീറ്റിംഗ് വിളിക്കുന്നതിന് യാതൊരു എതിർപ്പില്ല. ചെയർമാന്റെ റൂമിൽ വിളിക്കേണ്ടിരുന്നതായി. അത് അദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ. അവിടെ വിളിച്ചു കൂടുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം. ഒരു കോൺഗ്രസിന്റെ ഓഫീസാണ് അവിടെ. ഒരു കോൺഗ്രസിന്റെ ഓഫീസിന് ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, ആ ബ്ലോക്കിലെ മറ്റേ ജില്ലാ സെക്രട്ടറിമാരും എല്ലാം അടങ്ങിയാണ് ഇവിടുത്തെ കൗൺസില്. ഇവര് മൊത്തം മീറ്റിംഗ് കൂടുന്നതിന്റെ അകത്ത് അതവിടെ നിൽക്കട്ടെ. അപ്പോ ഇദ്ദേഹത്തിന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണോ ഇദ്ദേഹം സ്വയം മണ്ടനായതാണോ എന്ന് എനിക്കറിയില്ല. ഇദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ കൗൺസിലർമാർക്ക് വിളിക്കാനുള്ള അധികാരമില്ല. കൗൺസിലർമാർക്ക് ഒരു മീറ്റിംഗ് വിളിക്കുന്ന എവിടെ പോയിട്ട് വിളിക്കുക? അദ്ദേഹം എന്നോട് സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ 2.5 വർഷം ഏതോട്ടിരിക്കുന്നത്. പിന്നെ ജനങ്ങളോട് പറയുന്നത്, പത്രക്കാരോട് പറയുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ സംഭവമില്ല. അത് അദ്ദേഹം ഇപ്പൊ മനസ്സിലാക്കണുള്ളൂ. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ സംഭവമില്ല, ഒരു ഭരണസമിതിനത്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്, ഇവിടെ ചെയർമാൻ ഉണ്ടോ? ചെയർമാൻ ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനാണ്, അദ്ദേഹത്തിന്റെ കൗൺസിലേഴ്സിന്. അദ്ദേഹം പൈസ കൊടുത്ത് വിജയിപ്പിച്ചു കൊണ്ടുവന്ന ആ കൗൺസിലേഴ്സ് വരെ പറയുന്നത് ഇവിടെ 2.25 വർഷമായിട്ട് ചെയർമാൻ ഇല്ല എന്ന് പറയുന്നത്. ഇവിടെ ചെയർമാൻ ഇല്ല. ചെയർമാൻ കാർ ടു കാർപ്പറ്റാണ്. അദ്ദേഹം തെരുവുപട്ടികളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അദ്ദേഹം കാറിൽ വരുന്നു, കാർപ്പറ്റിൽ ഇറങ്ങുന്നു, ഇവിടുന്ന് പോകുന്നു, കാർപ്പറ്റിൽ ഇറങ്ങുന്നു. അത് വിട്ടിട്ട് പിന്നെ പുറത്തേക്ക് പോകണമെങ്കിൽ 5-6 പേര് കാറിലും ഉണ്ടാവും ചെയ്യും. അപ്പൊ തെരുവുപട്ടികളെ പേടിക്കും വേണ്ട. ഇവിടെ സാധാരണക്കാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്, തെരുവ് നായ്ക്കളുടെ പേരിൽ സാധാരണക്കാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. വന്ധീകരണം 2021 ഡിസംബർ മാസം വന്ധീകരണം നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ചാലക്കുടി മുനിസിപ്പാലിറ്റി മൃഗാശുപത്രിയില്. എന്താ കാരണം? വേണ്ടത്ര സൗകര്യങ്ങൾ കൂടിയല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിൽ 5 സ്ഥലത്ത് നിർത്തിവെച്ചു. ബാക്കിയുള്ള സ്ഥലത്ത് 2 സ്ഥലത്ത് പണി നടക്കുന്നത്, 2 സ്ഥലത്ത് പൂർത്തീകരിച്ചു. അവിടെ വീണ്ടും വന്ധീകരണം നടക്കുന്നത്. ചാലക്കുടി മുനിസിപ്പാലിറ്റി തിരിഞ്ഞു നോക്കിയില്ല. ഇദ്ദേഹം മൃഗാശുപത്രി പോയിട്ടുണ്ട് അവിടെയുള്ള ആൾക്കാർ ജോലി ചെയ്യണമെന്ന് നോക്കാൻ. അദ്ദേഹത്തിന്റെ അധീനപ്പെട്ടതല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാ. അപ്പൊ ആ വന്ധീകരണത്തിന് വേണ്ട സൗകര്യങ്ങൾ 5 ക്യാബിൻ പണിത് കൊടുക്കണം, ഷട്ടറുകൾ. അതുപോലെ തന്നെ ഈ വന്ധീകരണം നടക്കുന്നിടത്ത് AC വെച്ച് കൊടുക്കണം. ഈ AC വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെയ്യാനായിട്ടുള്ള ഹൈക്കോടതി വിധി തീരുമാനം മാറ്റം കിട്ടും. അതിനൊന്നും മുൻകൈ ഈ മനുഷ്യൻ എടുത്തിട്ടില്ല, ചെയർമാൻ എടുത്തിട്ടില്ല. ഇദ്ദേഹം ചെയർമാനായപ്പോ AC തോളത്ത് വെച്ച കൊണ്ടുവന്ന്, അതായത് പഴയ ചെയർമാൻ ഇരുന്ന സീറ്റിലിരിക്കില്ല, റൂമിലിരിക്കില്ല. പുതിയ സ്ഥലത്ത് സെക്രട്ടറിനെ മാറ്റി, പുതിയ സെക്രട്ടറിനെ ചെയർമാന്റെ റൂമിലേക്ക് മാറ്റി. അത് വാസ്തു വെച്ച് നോക്കിയപ്പോ എന്തോ ഒരു കുഴപ്പം നോക്കിയിട്ട് പറഞ്ഞത് നമുക്കറിയില്ല. അത് ഓരോരുത്തർ വിശ്വാസം. അദ്ദേഹം വന്നപ്പോ AC കൊണ്ട് ഈ റൂമിൽ ഫിറ്റ് ചെയ്തു, ഓരോ ദിവസം കൊണ്ട് റൂമിൽ ഫിറ്റ് ചെയ്തു. ആ നിലപാട് ആ മൃഗാശുപത്രിക്കും എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ വന്ധീകരണം നടത്തി ഇത്ര രീതിയിലുള്ള പെറ്റുപെരുകയായിരുന്നോ? മാള പഞ്ചായത്തിലെ നമ്മുടെ ഷെൽട്ടർ പണിയുള്ള എല്ലാ കാര്യങ്ങളും മറ്റേ കളക്ടർ മുഖേനായിട്ട് തീരുമാനം എടുത്തു. ആ മാളയിലും ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലുള്ള തെരുനായ്ക്കളെ പിടിച്ചവിടെ കൊണ്ടിടാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ABC രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രവൃത്തി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു. ആ സ്ഥലം കിട്ടുന്നതിന് ഫോളോ അപ്പ് ചെയ്യണ്ടേ? ഒരു ഫോളോ അപ്പും ചെയ്തില്ല, കാര്യങ്ങൾ ചെയ്തില്ല. ആ ഫണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ തൃശ്ശൂർ ജില്ലയിലെ ഏതൊരു ഭാഗത്തേക്ക് ഷെൽട്ടർ പണിയാനായിട്ട് കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ ഇന്നലെ കത്ത് കൊടുത്തെന്ന് പറഞ്ഞു സെക്രട്ടറിക്ക്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രതിപക്ഷ കൗൺസിലേഴ്സ് നിയമലംഘനം നടത്തി എന്നുള്ള രീതിയിൽ ഇന്ന് ഞാൻ സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നത്. അതായത് കൗൺസിലർമാർക്കെതിരെ തെറ്റിദ്ധാരണ വരുത്തുകയും പരാമർശങ്ങൾ ചെയ്യുകയും അവർക്കെതിരെ പത്രസമ്മേളനം വിളിക്കുമ്പോൾ എന്തിനാണ് നഗരസഭ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഇരുത്തിയത്? ആ പത്രസമ്മേളനത്തിൽ എന്തിനാ നഗരസഭ ഉദ്യോഗസ്ഥൻ? അതാണ് ചട്ടലംഘനം. ഒരു കൗൺസിലർക്കെതിരെ അദ്ദേഹത്തിന് ഇരിക്കാം. നഗരസഭയുടെ വികസന കാര്യങ്ങൾ, നഗരസഭ തുറന്നു പറയേണ്ട, ജനങ്ങൾക്ക് തുറന്നു പറയേണ്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉദ്യോഗസ്ഥരെ വിളിച്ചിരുത്താം. നഗരസഭ ചെയർമാൻ നഗരസഭ കൗൺസിലർമാർക്കെതിരെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നീങ്ങുന്നതിനെതിരെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് അടക്കം പേരും വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ അടക്കം ഇറക്കിക്കൊണ്ട് പത്രസമ്മേളനം വിളിക്കുന്നതിനാ? ഞാൻ സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നത്.
അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സ്വീകരിക്കുന്നവരുണ്ട്. സെക്രട്ടറി ഇപ്പോൾ അവിടെ ഇല്ല, നമ്പർ ഇട്ട് മേടിച്ചിട്ടുണ്ട്, സെക്രട്ടറിക്ക് നേരിട്ട് കൈമാറും. അദ്ദേഹം പറയുന്ന മാതിരിയല്ല. അദ്ദേഹം ഇനിയും ഞാൻ ഇതേപോലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഈ കാര്യത്തിലും ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇനിയും മീറ്റിംഗ് വിളിക്കും. നിങ്ങൾ ഒരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോ തെരുവുനായ്ക്കളുടെ ഒപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ് കുറുക്കന്മാര്. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം മലയിൽ നിന്ന് ഇറങ്ങി വന്നാണോ എങ്ങനെയാണെന്നറിയില്ല, കുറുക്കന്മാരെ ശല്യം ഭയങ്കരമായിട്ട് കുടിക്കുകയാണ്. ഈ കുറുക്കന്മാരും തെരുവുനായ്ക്കളും കൂടി കടിപിടി കൂടുമ്പോൾ ഈ നമ്മുടെ തെരുവുനായ്ക്കൾക്ക് പേ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തെരുവുനായ്ക്കളെ എത്രയും പെട്ടെന്ന് ഷെൽട്ടർ പണിതുകൊണ്ട് അതുപോലെ ABC പദ്ധതി പ്രകാരം നടപ്പിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് ചെയർമാൻ മുതിരണം. ഞങ്ങൾക്കെതിരെയല്ല വരേണ്ടത്, ഞങ്ങൾക്കെതിരെ കൗൺസിലിൽ വരട്ടെ. ഇത് തെരുവുനായ്ക്കൾക്കെതിരെ ജനങ്ങൾക്ക്, അതായത് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡില് രാത്രി ബസ് ഇറങ്ങാൻ പറ്റില്ല. ബസ് ഇറങ്ങിയാൽ ഈ തെരുവുനായ്ക്കളെ കൂട്ടം വന്നിട്ടാണ് ആക്രമിക്കുന്നത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡില്, അംഗനവാടി പരിസരത്ത്, നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പരിസരത്ത്, പോലീസ് സ്റ്റേഷൻ അവിടെ ഇപ്പൊ നിങ്ങൾ പോയി നോക്കണം. ഒരു തെരുവുനായി പ്രസവിച്ചത് 10 കുട്ടികളാ. അവിടെയുള്ള ജനങ്ങൾ എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അതായത് ആ ചെറിയ തെരുവുനായ്ക്കള് റോട്ടിൽ കൂടെ കൊടുക്കുമ്പോൾ വണ്ടി കയറുമെന്നുള്ള ഭയം. ആരെയും മുൻകൈ എടുക്കും. ഒരു കാര്യമെങ്കിലും ചെയർമാനെ ചെയ്യും. 2.25 വർഷമായില്ലേ നിങ്ങളുടെ പേരിൽ ഒരു കാര്യമെങ്കിലും നടപ്പിലാക്കി 2.25 വർഷത്തിനുള്ളിൽ.